പി കട്ട തോണ്ടിരിക്കുന്നു. പി കട്ട അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. ചാടരുത് 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 ചാടരുത്. ആമി ആന്റിക്ക് ഒന്നാമത് വയ്യാതിരിക്കുക അല്ലേ അവളെ? ആമി ആന്റിക്ക് നല്ല പിടിച്ച് കെട്ടുവേ. കാലെല്ലാം വെള്ളമായോ? ഡോണ്ട് വരി. നമുക്ക് അവളെല്ലാം അതിനകത്തിട്ട് സ്കെച്ച് ചെയ്യാം. ഇച്ചിരി അഹങ്കാരം കൂടുതല നെല്ലിൽ കുളിപ്പിക്കാൻ പോകുമ്പോ. ഇപ്പൊ ചെളിയിലെല്ലാം പോയി മുങ്ങി. അതുകൊണ്ടിട്ടാ, അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് കുളിപ്പിക്കത്തില്ലായിരുന്നു മഴയുമായിട്ട്. ആ ഒരു ബോൾ എടുക്കാനായിട്ട് തെങ്ങുംകുഴി പോയി വീണ്. ഡീ കല്ലു എന്താ മോളെ? അച്ഛന്റെ ആണാ? ആര്? ഒരാള് മോളെ വിളിക്കുന്നു. കളിച്ച് ക്ഷീണിച്ച് നിൽക്കുക. അത് നമ്മുടെ കല്ലു തുപ്പിയതാ. അവിടെ മുഖത്തിരിക്കുന്നില്ല. അതൊക്കെ നമുക്ക് തുടച്ചു കൊടുക്കാം ഇപ്പം കേട്ടാ. അതുപോലെ അത് നോക്ക്, ആരാ കുളിക്കുന്നേന്ന് നോക്ക്. എന്താ മോളെ? കല്ലു ചാടല്ലേ? കല്ലു ഇച്ചിരി ചാട്ടം കൂടുതല കേട്ടോ. അവിടെ ഇരിക്കടി, പിടിച്ചിരുത്തിയിട്ട് കുളിപ്പിക്കടി. നീ ഇവളെ എഴുന്നേക്കുവാന്നുണ്ടെ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ ഞാനങ്ങ് വരട്ടി വെച്ചേക്കുവാ അവിടെ. എന്തോന്ന്? എന്താ ഷാമ്പു? പർപ്പിൾ ഷാമ്പു. തലയില് ബ്ലൂ കളറാ. കല്ലുവിന്റെ മസില് ഫുള്ള് നോക്കുന്ന ആമിയാ കേട്ടോ. ജയം ഈ കുതിരപ്പുറത്ത് എണ്ണ തേക്കത്തില്ലേ, അതുപോലെ ആമി തേക്കുന്നത്. ഇങ്ങനെ തേച്ചു കൊടുക്കടി. ഇങ്ങനെ ഇങ്ങനെ. നമ്മുടെ കണ്ണ് തെറ്റുന്ന ഗ്യാപ്പില് പതയെല്ലാം അവള് തിന്നും. എടി നിനക്ക് എന്ത് ഈ പതയുടെ അടുത്ത് ഇത്ര സ്നേഹം? കുളിച്ച് കഴിഞ്ഞിട്ട് മുടി സ്പൈക്ക് അടിച്ചു തരാം കേട്ടാ. അത് സാരമില്ല, നീ അങ്ങ് തേച്ച് അങ്ങ് പിടിപ്പിച്ചാൽ മതി. അവിടെ കാലിന്റെ ബാക്കിലെടുത്ത കാലിന്റെ ബാക്കിലൊക്കെ അഴുക്ക് കേട്ടാ. ഇത് നല്ല മണമല്ലോടി അതിന്. അസുഖം തുടങ്ങി. അയ്യോ ടേസ്റ്റ് കിട്ടി, അയ്യോ ടേസ്റ്റ് കിട്ടി കല്ലുവിന്. പിന്നെ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കുമ്പോ പാടടി. എനിക്ക് ബാക്കി അറിയത്തില്ല. പാടിക്കോ? പാട് പാട്. സാധാരണ കല്ലു എന്നെ കുളിപ്പിക്കുന്നതാണല്ലോ. ക്ഷീണിച്ചതാ, ക്ഷീണിപ്പിച്ചിട്ട് കൊണ്ടുവന്നത്. അവിടെ നിന്ന് പൊക്കി കൊടുത്താ മതി. പൊങ്ങുന്നില്ല ഇങ്ങനെ പൊക്ക്. ഇങ്ങനെ രണ്ട് കൈയും വെച്ചങ്ങ് പൊക്ക്. ഇല്ലെങ്കിൽ ആ സൈഡിൽ നിന്ന് അവിടെ വിളിക്കും. ആ ഓക്കെ. എഴുന്നേറ്റ്. ഇപ്പൊ നിനക്ക് കിട്ടിയല്ല കറക്റ്റ്. മൊത്തത്തില് കുഞ്ഞു വിഷമത്തില്ല. വേണോ പത കൊതിപ്പിക്കണം. ഓക്കെ. അവിടെ ചാടരുത് വെയിറ്റ് ചെയ്യും. അവിടെ അടങ്ങി നിക്കി. ഒന്നാമത് ആമി ആന്റിക്ക് വയ്യ. ആമി ആന്റിക്ക് വയ്യായി എന്തോ അത് കൂടെ പറയണേ. ആണ്ടോ പോന്നു. ഞാൻ നിന്റെ കൂടെ വന്നടി. നമുക്ക് തിരിച്ചു പാടി കല്ലു പാ. എടീ ഇവക്കൊന്ന് സ്പൈക്ക് അടിച്ചു കൊടുക്കണേ. കേറ്. സ്പൈക്ക് അടിക്കാൻ മൊഴിയില്ലല്ലോടെ. മുടി കൊഴിച്ചിലില്ലാത്ത ഒരു ജീവജാലം അല്ലോടി. സ്പൈക്ക് അടിക്കുവാന്നോ? നോക്കട്ടെ. ഹാപ്പിയൊക്കെ വന്നുണ്ടെ നമുക്ക് ഇപ്പൊ സ്പൈക്ക് അടിച്ചു വെക്കായിരുന്നു. തെങ്ങും കുഴി വീണിട്ട് തെങ്ങനെ ഒരു കടിയും കടിച്ചിട്ടാ വന്നത്. അത് പോയി. ആ ചെറിയൊരു തെങ്ങ് ഒരു കുറ്റിത്തെങ്ങായിരുന്നു, അത് പോയി. ദ്രോഹി ഞാട്ടോ. മുഖത്ത് സോപ്പിടുന്ന കൊച്ചിന് ഇഷ്ടമല്ലേ? പിന്നെ അല്ല ഇഷ്ടമാ. തിന്നല്ലോ തിന്നരുത്. ഇവിടെ കണ്ണ് കാണാൻ നല്ല രസം അല്ലേടി? അതാ എഴുതി വെച്ച പോലെ. അയ്യോ അത് പറഞ്ഞപ്പോഴത്തേനെ ക്യൂട്ട്നെസ് വാരി ഇടുന്നുണ്ട്. കല്ലു അടങ്ങ്. എന്തുവാ ഇപ്പൊ ഇത്തിരി എനർജി കേറിയപ്പം? എടീ നീ കുളിപ്പിക്കുന്ന ഒരു സാധനം ഇല്ല, ബ്രഷ് ഓവറല്ലേ? എന്ത്? അതാ ഞാൻ നോക്കാൻ പോയ, കിട്ടിയില്ല. ഇല്ലേ? മുഖം നോക്കൂ, ഒരു പാവത്തിനെ പോലെ. മുഖം കണ്ടു കഴിഞ്ഞാ പഞ്ചപാവം. ഇത് കണ്ടോ? സ്വഭാവം കണ്ടു കഴിഞ്ഞാ ഇതിപ്പോ നമ്മളിവിടെ വരട്ടി വെച്ചേക്കുവാ കേട്ടാ. ഇപ്പൊ ഒന്ന് മറ്റേ FREE അത് പറഞ്ഞു കഴിഞ്ഞാ ഉണ്ടല്ലോ, ആമിയെ നേരെ മലത്തി അങ്ങ് താഴെ ഇട്ടിട്ട് ഒരൊറ്റ പോക്കുണ്ട്. നിന്റെ ചെവിക്കകത്ത് ഞാൻ വെള്ളം കേട്ടുന്നില്ലല്ലോ, പിന്നെന്ത് ഇത്ര ചാട്ടം? കല്ലുവിന്റെ ചെവിയുണ്ടോ? അവിടെ താടി അവിടെ ചാരി വെച്ചേക്കുന്നുണ്ടോ? ഉറങ്ങിപ്പോവാൻ. എനിക്ക് കുളിക്കണ്ടായിരുന്നു ഇപ്പൊ. ഞങ്ങളുടെ ഗ്രൂമിംഗ് സെന്ററിൽ കുളിക്കുന്ന ഒരു സ്ഥലത്ത് തല വാർത്തുന്ന വേറൊരു സ്ഥലത്ത്. എന്തിയുടെ തല? എന്റെ കൊച്ചിന്റെ തല എന്ത് ചെയ്യും?
ആ പണി തന്നടി. ആ നിന്നെ തല ഞാൻ മൂടുക, നീ എന്നെ കുടഞ്ഞ് നാശാക്കി. പിന്നെ കുളിപ്പിക്കാൻ കയറി ഞാനും കുളിച്ചു. പാല് മാത്രം ആടുന്നുണ്ട് ഇടക്കിടക്ക്, ഒരു യന്ത്രം പോലെ ജീവനുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചിരിക്കുന്നുണ്ടോ കണ്ണിപ്പണി? കണ്ടോ ഞങ്ങള് കണ്ണൊക്കെ എഴുതി, കുളിച്ചു കഴിഞ്ഞിട്ട് കണ്ണൊക്കെ എഴുതി സുന്ദരിയായി. ഒരു പൊട്ടൂടാ. എല്ലാരും വിചാരിക്കും ഇത് ഇവളുടെ ഒറിജിനൽ കണ്ണാണ്. ഞങ്ങൾ എല്ലാ ദിവസവും കണ്ണെഴുതി വെക്കുന്നതാണെന്നുള്ള രഹസ്യം എത്ര പേർക്ക് അറിയാം? എത്ര പേർക്കറിയാം? ആർക്കും അറിഞ്ഞൂടാ. ആർക്കും അറിഞ്ഞൂടാ, നമുക്ക് മാത്രം. നോക്ക് ഇത് നോക്ക്, കണ്ണ് നോക്ക്, ഇത് കാണിച്ചു കൊടുറി നിന്റെ കണ്ണ്. ആരാടി നിന്റെ കണ്ണെഴുതി തരുന്നത്? ചേച്ചി ഡി നീ സ്പീക്കൊക്കെ മറന്നു പോയി. മറ്റേ കൈ, ഈ കൈ കൊണ്ട് ശേഖണ്ട. മറ്റേ കൈ, ഈ കൈ, ഈ കൈ. അറിയാം കേട്ടാ, അറിയാത്ത പോലെ നിക്കും. അറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ല. അതാ ഇപ്പം ഇവിടെ ചെറിയാന്ന് തോന്നി ഇതിനെയൊക്കെ വേസ്റ്റ് ഉറക്കാൻ പഠിപ്പിച്ചേ. ചെറിയ അകത്ത് കയറി വന്ന് വേസ്റ്റ് ഇല്ല. എന്നിട്ട് നീ എന്താടി അവളെ ട്രെയിൻ ചെയ്യാഞ്ഞത്? ആര് ആര്? ചെറിയ അതവളല്ലല്ലോ, അവനല്ലേ. എന്നാ അവനെ ട്രെയിൻ ചെയ്യാഞ്ഞത് എന്തുവാ കഴിക്കാതിരിക്കാനോ? ആ എന്നെ കൊണ്ടൊന്നും ചെറി കൊറേ കാലമായിട്ട് ഇല്ലായിരുന്നു പരിപാടി, നിർത്തി വെച്ച പരിപാടിയാ ചെറി. ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് വയ്യാതെ വന്നതിന് ശേഷമാണ് മോഷണം റീസ്റ്റാർട്ട് ചെയ്തത്. ചെറി പണ്ട് എനിക്ക് മറക്കാൻ പറ്റാതെ ചെറിയ പഞ്ചസാര കട്ട് തിന്നിട്ടുണ്ട്, പിന്നെ എണ്ണ കട്ട് തിന്നിട്ടുണ്ട്, ടസക്കൂടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അവളൊന്ന് കേക്കുന്ന നോക്ക്. ഇനി എന്നെ എന്താ കേറാൻ സമ്മതിക്കട്ടെ. പഞ്ചസാരയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ അവളെ വായിന്ന് തുപ്പല് വീഴുന്നു. ഞങ്ങക്ക് വൈകിട്ട് ഒരാളെ വെച്ചേ കുളിപ്പിക്കാൻ സമയം കിട്ടത്തുള്ളൂ. അടുത്ത ദിവസം ആർക്കാടി? അടുത്ത ദിവസം ആർക്ക് കൊടുക്കണം? ഹാപ്പി. ഓക്കെ ഹാപ്പിക്ക് മുടി എവിടെ എവിടെയൊക്കെ ഒരിച്ചിരി നീളവും കൂടി വളഞ്ഞ് പുളഞ്ഞ് കെട്ടൊക്കെ വീണിട്ടൊക്കെ കിടക്കുന്നു ചെവിയുടെ അവിടെ. ഞാന് ആ കെട്ടെല്ലാം അഴിച്ചായിരുന്നു. നീ ഒന്ന് എണീച്ചാ കൊള്ളായിരുന്നു. ചാടി പോരുത്. എന്റെ അമ്പോ സ്പീക്ക് ഉണ്ടായിരുന്നു കല്ലു. ഇനി ഇത് കഴിഞ്ഞില്ലയോ? തുടച്ചു കഴിഞ്ഞോ? വയറോടെ തുടക്കണം. ഡേഞ്ഞോ കല്ലോ കമ്മിയ, കല്ലോ കമ്മിയ, വാ ജം. നീ എന്തോ ചെക്കാൻ പോയതാ? ജം. അണ്ണാൻ അണ്ണാനെ ചെക്കാൻ പോയതാ. നീ ചെക്കാൻ പോയേ? അതൊക്കെ ഒരു അണ്ണാനുമായിട്ട് ചുറ്റിക്കളിയുണ്ട്. താനത് കണ്ട അങ്ങോട്ട് നോക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു വെള്ള അണ്ണനുണ്ട്. അതായത് അണ്ണൻ? വേസ്റ്റ് പറക്കുന്ന അണ്ണൻ. ആ അണ്ണനല്ല, ആ അണ്ണനുമായിട്ട് പ്രണയം അത്രയ്ക്ക് വേണ്ട, ഡേഞ്ചറാ. ഡ്രൈ ആയോ? ഫുള്ള് ഡ്രൈ ആയെന്ന് പറഞ്ഞ അത്ര പിടിച്ചില്ല. തുടച്ചു കൊടുക്കാൻ, മര്യാദക്ക് തുടച്ചു കൊടുക്കാൻ. ഞാൻ പിടിയട്ടെ. ആ നീ എന്നെ കൊണ്ട് മര്യാദക്ക് തുടച്ചു കൊടുക്ക്. അവള് എല്ലാം ഡ്രൈ ആയെന്ന് പറഞ്ഞപ്പോഴേ ഇല്ല എന്ന് കാണിച്ചതാ അത്. ഇല്ലേ ഞാൻ ട്രൈ ആക്കാം. ആ മറ്റേ അണ്ണനെ നോക്കുന്നു കേട്ടോ. ആ ഓക്കെ ടാറ്റാ, സീ യു. ഞാൻ ഇനി പോയി കുളിക്കാം.